നമസ്കാരം. ഞാൻ കൃഷ്ണൻകുറ്റി വായ്പുകരയില്ല. ഞാൻ പൗത്തുപ്പള്ളി നടരാജസ്വാമി ക്ഷേത്രത്തിലെ 40 വർഷത്തിലധികമായി മേൽശാന്തിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കിഴക്കോട്ട് ദർശനമായിട്ട് ഒരു പീഠത്തിൽ കിഴക്കോട്ട് ദർശനമായിട്ടിരിക്കുന്ന നടരാജസ്വാമിയും പാർവതീദേവിയും ക്ഷിപ്രപ്രസാദിയും ഐശ്വര്യ അഭിവൃദ്ധിയുമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന വഴിപാടുകൾ വിവാഹം, തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസം, സന്താനലബ്ധി എന്നിവയ്ക്ക് പ്രാധാന്യം ഏറുന്നുണ്ട്. തിങ്കളാഴ്ച ദിവസം ഉമാമഹേശ്വര പൂജയും സ്വയംവരാർച്ചനയും ചെയ്താൽ തിങ്കളാഴ്ച വിവാഹത്തിന് നല്ലതാണ്. വ്യാഴാഴ്ച ദിവസം സന്താനലബ്ധിക്ക് പ്രാധാന്യമേറുന്നുണ്ട്. ഇതിനോടടുത്ത് 1 കിലോമീറ്റർ അകലോട്ട് മാറി പരക്കത്താനത്ത് മലയിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു മലങ്കോട്ടയുണ്ട്. അവിടെ നിരവധി ഭക്തജനങ്ങൾക്ക് അനുഭവം ആയിട്ടുണ്ട്. ശ്രീ നടരാജസ്വാമി ക്ഷേത്ര മലനടയിൽ ശാസ്താവ്, ദേവി, മലയരന്മാർ, തലപ്പാറം, ഊട്ടുപുറമാല, യോഗീശ്വരന്മാർ എന്നിവർ കുടിയിരുത്തിയിട്ടുണ്ട്. അവിടെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസത്തെ പൂജ അവിടെ നടക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇവിടെ വന്നത് വളരെ ഏതാണ്ട് 10-60 വർഷം മുമ്പ് വന്നിട്ടുള്ളതാണ്. ഇവിടെ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് തിരുവാർപ്പ് ക്ഷേത്രത്തിലെ അടുത്തുള്ള അന്നത്തെ ക്രിസ്തരായ ഒരു കുടുംബത്തിലെ 2 സ്ത്രീകൾ അവിടെ അവർക്കെന്തോ ഒട്ടും സഹിക്കാൻ മേലാത്ത തെറ്റായ പ്രവർത്തനം ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയിൽ നിന്നുണ്ടായതിന് അവർ തിരിച്ച് മേൽശാന്തിയെ വാളിന് വെട്ടാനായിട്ട് ചെന്നു. മേൽശാന്തി ക്ഷേത്രത്തിനകത്തെ പ്രതിഷ്ഠയുടെ മുൻപിൽ പോയി കെട്ടിപ്പിടിച്ചിരുന്നു. ഇവർ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ആകുന്നു നോക്കിയിട്ട് ഇറങ്ങിയതിൽ കൂടി അവർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഉൾപ്പെടെ വാളിന് വെട്ടി അയാളെ കൊന്നിട്ട് ഇതിനവിടെ നിൽക്കാനൊക്കത്തില്ല. നാട്ടുകാരെ വിടുവല്ലോ. അവർ ഈ 2 സ്ത്രീകളും പെട്ടെന്ന് രാമാനം വള്ളമാണുള്ളത്, വള്ളത്തെ കയറി പോരുകയായിരുന്നു. വള്ളത്തിൽ അവിടെ കയറി പോന്നു. അത് പ്രത്യേകിച്ചൊരു ലക്ഷ്യമില്ലാതായിരുന്നെങ്കിലും അവസാനം വന്നത് മണിമലയാറ്റിൽ വന്ന ഇറങ്ങി. അവിടെ മണിമലയാറ്റിലെ കൊച്ചു മഠത്തിൽ എന്നാ മഠം അതിൻ്റെ പേര്, അവിടെ ഒരു അടുത്തൊരു വലിയൊരു അവിടുത്തെ ജന്മി ഉണ്ടായിരുന്നു. അവർ ഈ സന്ധ്യയായപ്പോൾ ഇങ്ങനെ 2 സ്ത്രീകൾ തന്നെ വരുന്നതിന് സ്വീകരിച്ച് അവരെ വേണ്ട സൗകര്യങ്ങളൊക്കെ ആ രാത്രി കൊടുത്തു. ഒരു കഥയെല്ലാം പറഞ്ഞു. അവരിങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളിനി പേടിക്കണ്ട, ഇവിടെ ആരും വരത്തില്ല പറഞ്ഞ് അവർക്ക് വേണ്ട താമസ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ക്രമേണ വരാനും നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് തന്നെ അവർ 2 ചേട്ടന്മാർക്ക് 2 പേർക്കും ആയിട്ട് അന്നൊരു കരമൊഴിവായിട്ട് ഭൂമി പതിച്ചു കൊടുത്തു. ഒരാൾക്ക് ഈ പൗത്തിപ്പൊടി എന്ന സ്ഥലം, മല്ലപ്പള്ളി 4 കിലോമീറ്റർ കിഴക്ക് നടരാജസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു കുടുംബമുണ്ട്. അവിടെ വീട്ടിലേക്ക് അവർ വന്ന് ഒരാൾ നേരെ മഠത്തിൽ ഈ പുതിയ മഠത്തിലെന്നുള്ള വീട്ടിൽ പോയി അവിടുത്തെ ഒരു കാരണവർ അവരെ അവിടെ താമസിപ്പിച്ചു. അങ്ങനെ അവർ 2 പേരും ആവശ്യത്തിനുള്ള വസ്തുക്കളൊക്കെ കൊടുത്തു. ഇവരുടെ ആ കാരണവർ തന്നെ 2 പേരുടെയും വിവാഹം നല്ല രീതിയിൽ നല്ല ആൾക്കാരുമായിട്ട് ചെയ്തു കൊടുത്തു. അങ്ങനെ അവരിവിടെ താമസിച്ച് ഈ 2 ക്ഷേത്രങ്ങൾ അതിനോടനുബന്ധിച്ച് പണിയുകയും ആരാധനകളൊക്കെ മറുപ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിക്കൊണ്ട് അവരോടടുത്ത് തന്നെ വീട് ഉണ്ടാക്കി താമസിക്കുകയും ചെയ്തു. അതിനുശേഷം കാര്യങ്ങൾ പിന്നെ കാലക്രമത്തിൽ ഈ തലമുറയായിട്ട് മാറി ഈ 2 കുടുംബങ്ങളുടെ മേൽനോട്ടത്തിൽ ഈ താമസമായി. അവർ മേൽനോട്ടം എന്ന് പറയുമ്പോൾ അവിടെ ഈ 2 പേർക്കും അക്കാലത്ത് ഈ ആരാധനയുള്ള, അതായത്
നമുക്കൊരു ക്ഷേത്രങ്ങളുണ്ടല്ലോ, അവർക്ക് 2 പേർക്കൊരു ചെറിയ ക്ഷേത്രങ്ങളുണ്ടായി. ഒരു ക്ഷേത്രമാണ് ഇവിടെ ഭഗവതിപ്പടിക്കലുള്ള ശ്രീ നടരാജസ്വാമി ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ സങ്കല്പം അനുസരിച്ച് ശിവപാർവതിമാർ വേഷപ്രശ്നരായി നടക്കുന്ന കാലത്ത് എടുത്ത ആ ഒരു സങ്കല്പത്തിൽ ഉണ്ടാക്കിയ ക്ഷേത്രമാണെന്നാണ്. 2 പേരും ഒരേ പീഠത്തിലിരിക്കുകയാണ്. ഇവിടെ 2 പേരും ഒരേ പീഠത്തിൽ വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സങ്കല്പത്തിലായതുകൊണ്ട് ഇവിടെ ആ സമയത്ത് എന്താവശ്യം ന്യായമായിട്ടുള്ളത് ഭക്തജനങ്ങളെ അപേക്ഷിച്ചാലും അത് സാധിക്കുമായിരുന്നു. ഇപ്പോഴും അതിന് ദൃഷ്ടാന്തങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോഴും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരു കാലത്ത് ഇത് വളരെ ശോഷ്യാവസ്ഥയിൽ ആരാധനയും ഒന്നുമില്ലാതെ ഇങ്ങനെ കഴിയുകയായിരുന്നു. കാലക്രമത്തിൽ ഇവിടെയുള്ള പ്രബുദ്ധരായിട്ടുള്ള ഹിന്ദുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ആ ക്ഷേത്രം പുതുക്കിപ്പണിത് പിന്നെ നമ്മുടെ ആഴ്മടത്തിലെ കണ്ടര് രാജീവരല്ല കണ്ടര് രാജീവരുടെ അച്ഛൻ അല്ല, രാജീവരുടെ ചേട്ടൻ ഈ പ്രതിഷ്ഠ നടത്തിയത്. പോസ് ചെയ്യാമോ? പറ്റുമോ? ഈ പ്രതിഷ്ഠ നടത്തിയ രാജീവരുടെ ചേട്ടനാണ്, മാമനാണ്. എന്താ പേര്? നീലകണ്ഠനാണ് ഇതിനെ പുനഃപ്രതിഷ്ഠ നടത്തിയത്. പുനഃപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം ക്രമേണ അനുദിനം ഇതിൻ്റെ വളർച്ചയാണ് ഇതിനെക്കൊണ്ട്. മാസം ഒരു പൂജ ഉണ്ടായിരുന്നത് ഇപ്പോൾ നിലവിൽ എല്ലാ ദിവസവും പൂജയുണ്ട്. ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങൾക്കും ഹൈന്ദവർക്കും വേണ്ടി ഈ ക്ഷേത്രം ഇപ്പം വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവരുടെ ഉടമസ്ഥയിലാണിപ്പോൾ. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പുരോഗതി ഉണ്ടായി. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഈ അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ വളരെയധികം ഭംഗിയായിട്ട് നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ പ്രധാന കാര്യം ഈ ദേവീദേവന്മാർ ഒരേ പീഠത്തിൽ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ എന്താവശ്യം വന്നാലും ക്ഷിപ്രസാധ്യമായിട്ടാണ് കാണുന്നത്. അതിന് ഉദാഹരണമായിട്ട് ഒരുപാട് പേര് വിവാഹിതരാകാൻ തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടായിട്ടുള്ള പല ആൾക്കാരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അവർക്ക് വിവാഹഭാഗ്യം മംഗല്യഭാഗ്യം ഉണ്ടായിട്ടുള്ള ധാരാളം ഉദാഹരണങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് വളരെ ഭംഗിയായിട്ട് ഇവിടുത്തെ ഒരു സമാജമുണ്ട്, ഹൈന്ദവ സമാജം. ശ്രീ നടരാജസ്വാമി ക്ഷേത്രം, ശ്രീ മഹാദേവ വിലാസം ഹൈന്ദവ സമാജം എന്നുള്ള സംഘടനയുടെ പേരിലാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടുപോകുന്നത്. അത് സംഘടന വളരെ ഭംഗിയായിട്ട് ഈ ക്ഷേത്രകാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആണ്ടുതോറുമുള്ള എല്ലാ ഉത്സവാദി കാര്യങ്ങളും ആട്ടവിശേഷങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മാസം ഇന്നത്തെ പ്രതിഷ്ഠാ ദിനമാണ് ഈ മാസം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അതിനകത്ത് താഴ്വമ്പളത്തിലെ തിരുമേനിമാരാരെങ്കിലും ഓരോ പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നു. അവർക്കാണ് അതിൻ്റെ താന്ത്രിക അവകാശം. പിന്നെ ഇതിനോടനുബന്ധിച്ച് ഒരു മലയുണ്ട്. ആ മലയെന്ന് പറയുന്നത് പിന്നെ ദുര്യോധനൻ, ദുശാസനൻ, ശാസ്താവ്, പിന്നെ ദേവി എന്ന് പറയുന്നത് ദേവിക്ക് ഒരു പേരുണ്ട്. ഇത്രയും പ്രതിഷ്ഠ നടത്തി ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സാറ് വേറൊരു കാര്യം ചോദിച്ചാലേ, ഈ മല ഇതുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ഇവിടെ രാവിലെ മലപൂജയും കാര്യങ്ങളും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഐകീകം പറയാൻ പറ്റുമോ? ഈ ക്ഷേത്രം വക കിഴക്കോട്ട് 1 കിലോമീറ്റർ മാറി ഒരു മലനടയുണ്ട്. ശാസ്താവ്, ദേവി, മലദേവന്മാർ, തലപ്പാറമല, ഊട്ടുപാറമല, യോഗീശ്വരന്മാർ എന്നിവരെ കുടിയിരുത്തിയിട്ടുണ്ട്. അത് പ്രതിഷ്ഠാദിനമായി ആഘോഷിക്കുന്ന 1-ാം ദിവസം മലയൂട്ട്, 2-ാം ദിവസം നൂറുമ്പാല്, 3-ാം ദിവസം നവകം കലശാഭിഷേകം നടത്തുന്നു.
ഇതൊക്കെയാണ് അവിടുത്തെ പ്രതിഷ്ഠാദിനത്തിനോട് അനുബന്ധിച്ചുള്ള പ്രധാന ഉത്സവ ചടങ്ങുകൾ. ക്ഷേത്രത്തിൻ്റെ ഉമാസമേതനായ കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ, മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഭക്തർ അവരുടെ പ്രശ്നങ്ങൾ വന്ന് പറയുകയും കാര്യസിദ്ധി നേടുകയും വേണമെന്ന് ചെയ്യേണ്ടതാണ്. പ്രശംസിക്കും ഭഗവാന്മാരെ അറിഞ്ഞേ ദുഃഖത്തിനും എങ്കിലും ചെന്നുടൻ അജിടത്തും ഇരിപ്പാൻ നിയോഗിച്ചു വന്നവൻ കേവലം ശക്തിജ്ഞാനങ്ങളാലോരം മഹാമുനി തിരഞ്ഞോ ഗൗരമുഖനായ ശിഷ്യോ
Thank you.
ईशानाय भालचन्द्राय श्रीगणेशाय धीमहि கண்ணியோடம்பு பிஞ்சியதோரு கண்ணே நெஞ்சே கண்ணீராறு ஆடு பொன்மயிலே நாளாங்குத்தம் வரும் பாடு பூங்குயிலே மேளாங்குத்தம் வரும் ஆடு பொன்மயிலே நாளாங்குத்தம் வரும் കാവുന്തറയിലല്ലോ കോമരം തുള്ളണത് വാളുംചലം പണിങ്ങി കോമരം തുള്ളണത് ആട് പൊന്മയിലേ നാലാങ്കൂട്ടം വരും പാട് പൂങ്കുയിലേ മേളാങ്കൂട്ടം വരും വെള്ളിമം കിടത്തുന്നേ ഏതൊരു മാലിനെ കണ്ടേ എന്തൊരു ബാല്യകാലം മൈനഞ്ഞും കൊണ്ടങ്ങും പോയേ വെള്ളിമം കിടത്തുന്നേ ഒരു മാലിനെ കണ്ടേ എന്തൊരു ബാല്യകാലം മൈനഞ്ഞും കൊണ്ടങ്ങും പോയേ പൂവോ 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 നല്ലൊരലങ്ങി പൂവോ 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 നല്ലൊരു ജനം പൂവോ 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 കാണാൻ നല്ലൊരു മുല്ലപ്പൂവോ പൂവായ പൂവെല്ലാം ഞാനങ്ങെടുത്ത് പെണ്ണിന്റെ തലയിൽ ചൂടിക്കൊടുത്ത് ആഴ് പൊന്മയിലേ നാലാങ്കൂട്ടം വരും മണിക്കട്ടിലുമേ വല്ല പഞ്ചാണി ചേർന്ന് തേമേ മഞ്ചനപുതിരം പോലെ മങ്കാറ്റിടപ്പ് കാണുന്നേ പൂത്ത പോലെ വയനാടൻ മഞ്ഞൾ പോലെ ഉടൽമുടി മങ്ക കണ്ടേ മുഖമഴകാണേ പറഞ്ഞാണല്ലോ പാട്ടിന്റെ താളത്തിനുള്ളടി ആലോല കിളിക്കില്ലാതാ പാട്ടിന്റെ താളത്തിലാണടി തൂവാനെങ്കിൽ ഇല്ലാത ഉള്ളൽ പാട്ടിന്റെ താളത്തിൽ ഉള്ളടി താലോലെങ്കിൽ ഇല്ലാത പാട്ടിന്റെ താളത്തിലാണടി തൂവാനെങ്കിൽ ഇല്ലാത ഉള്ളൽ പാട്ടിന്റെ താളത്തിൽ ഉള്ളടി താലോലെങ്കിൽ ഇല്ലാത പാടൽ പാട്ടിന്റെ താളത്തിൽ പാടടി പാടത്ത കൈയിൽ ഇല്ലാത ഉള്ളോർ പാട്ടിന്റെ താളത്തിലാണടി പുട്ടാരെങ്കിൽ ഇല്ലാത പാടൽ പാട്ടിന്റെ താളത്തിൽ പാടടി പാടത്ത കൈയിൽ ഇല്ലാത ഉള്ളോർ പാട്ടിന്റെ താളത്തിലാണടി പുട്ടാരെങ്കിൽ ഇല്ലാത പാട്ടിന്റെ താളത്തിലാണടി നാരായണ കിളിച്ചില്ല
അവിടെ നിൽക്കണ്ട, പോരാൻ പറ. അവിടെ പോട്ടെ. പോട്ടെ, നിൽക്കണ്ട, പോട്ടെ, നിൽക്കണ്ട, പോട്ടെ. നിർത്തല്ലേ. ചേട്ടാ ഒരു മിനിറ്റ്.